അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ
എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുവാമേ. ഈ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല. അന്നു വേണ്ട ആഹാരവും അതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. എവറിത്തിങ് ഇസ് ദെയർ. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായ്ക്ക് 100 വട്ടം അവൾ പോയി ഈശോ അവളെ കൊണ്ടുവരണേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല. നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണം. ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് 3 കൊല്ലമായെന്നും പറഞ്ഞ് ചേടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ 3 കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മകൻ കർത്താവായി മാറും. എന്താ കാര്യം? നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു, നമ്മുടെ അത്യാവശ്യമായ ഒരു വിഷയമാണ്. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് അത് ദൈവമായി മാറും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക. യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചെന്നുള്ളതെന്നെ പറഞ്ഞു. കർത്താവിനെ ഇന്നൊരു അമ്മച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ കറങ്ങിയത് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ എന്താ അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ്. ആ പോലീസ് വേറെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് അപ്പം അമ്മയുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ തന്നെ അവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങൾ എന്നോട് പറയും, പിന്നെ അച്ഛനറിയാൻ പാടില്ല, അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്തരം അമ്മമാരെ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ഏതൊരു അമ്മമാരുണ്ട്. ചാർലി കിറുക്കനെ വെടിവെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ കർത്താവിനെ പ്രഘോഷിച്ചു, അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി. മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത്. അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മോങ്ങിക്കൊണ്ട് നടക്കുന്നവരെ എന്ത് വില ഉണ്ടാവും? നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിന് നമ്മൾ പിടി കൊടുക്കേണ്ടത്. കർത്താവേ ഇതാണ് ഞാൻ എന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു വിളിയാണ്. എന്താണ്? ഇപ്പോൾ സാമുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ്. എന്താണ്? കർത്താവേ ഇതാണ് ഞാൻ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോൾ അപ്പായെടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണ്? അപ്പ ഇതാണ് ഞാൻ, ഇതാണ് നിൻ്റെ മകൾ മറിയാം, ഇതാണ് ഞാൻ. അതൊരു പുതിയ സ്നേഹമാണ്.
അപ്പോഴേക്ക് മനസ്സിലാകും എന്തെല്ലാം ഭാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഫോർ വാട്ട് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ. എല്ലാം 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ല. വിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അൾത്താരയിൽ വന്ന് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മകൻ ഈശോയുടെ മഹത്വത്തിനു വേണ്ടി ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. ഒരു വല നിറയെ അമ്മ മാധ്യസ്ഥം നേടിത്തന്ന അനുഗ്രഹങ്ങളും കൊണ്ടാണ് ഈ അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എൻ്റെ പേര് എൽസി ഫ്രാൻസിസ്, തൃശ്ശൂർ രൂപതയിലെ ചാഴൂർ ഇടവകാമാണ്. 2025 ജനുവരി 17 ഈ പുണ്യഭൂമിയിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു ടീച്ചറായിരുന്നു, റിട്ടയർഡാണ്. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ കൃപാസനത്തിനെ പറ്റിയിട്ട് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണോ ഈ കൃപാസന പത്രത്തിനെ പറ്റിയിട്ട് ട്രോള് ഇറങ്ങിയിട്ടുള്ളത്, അത് എനിക്ക് പോസിറ്റീവായിട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഈ പുണ്യഭൂമിയിൽ ഒന്ന് വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. 2017 ഞാൻ വന്നത്. എൻ്റെ മകൻ്റെ വിവാഹം 32 വയസ്സായിട്ടും 3 വർഷമായിട്ട് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരുന്ന വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല. മാനുഷിക പരിഗണന വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ യോഗ്യതകളും ഉണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് യോഗ്യതകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ വിവാഹം നടക്കും എന്ന പൂർണ്ണ ഒരു വിശ്വാസത്തിന്മേലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് 4ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഇതെൻ്റെ മകൻ ബിജു ഫ്രാൻസിസ്, മകൻ്റെ ഭാര്യ അമല ബേസിലെ ഈ മകളായിട്ടുള്ള പ്രപ്പോസൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് വന്നു പോയിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അത് തട്ടിമാറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാവായിട്ട് എനിക്കൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് തന്നാൽ മതി. മാതാവായിരിക്കണം ബ്രോക്കർ, വേറൊരാൾ എനിക്ക് പറയണം ഇത് അമ്മ നേടി തന്നിട്ടുള്ളതാണ് ഈ അനുഗ്രഹം എന്ന് പറയണം. അതിനു വേണ്ടിയിട്ട് 4ാമത്തെ ഉടമ്പടി പുതുക്കി അന്ന് വൈകുന്നേരം മകളുടെ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഈ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അവരുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മയാണല്ലോ ബ്രോക്കർ, അപ്പം അമ്മ കൂടെ ഉണ്ടെന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരും വിരുന്നുകാർ അവരുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരു കൊന്ത എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. ഈ വന്നവരുടെ ആരുടെയോ കയ്യിൽ നിന്ന് വീണിട്ടുള്ള കൊന്തയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ബോധ്യമായി ബ്രോക്കർ കൂടെ വന്നിട്ടുണ്ട്, അമ്മയായിട്ട് കൂടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അങ്ങനെ വിവാഹം 6ാമത്തെ ഉടമ്പടി ഒതുക്കണേക്കാൾ മുമ്പ് തന്നെ വിവാഹം കാനായിലെ കല്യാണം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വിശ്വാസമുള്ള ഒരു മകളെയും കുടുംബത്തെയാണ് ഞാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെയുള്ളൊരു മകളെയാണ്, മരുമകളെയല്ല മകളെയാണ് അമ്മ എനിക്ക് തന്നത്. ഈ ഉടമ്പടി പിന്നെ 2ാമത്തെ ഒരു കാര്യം എനിക്ക് തന്നിട്ടുള്ളത് 45 വർഷത്തിലും മേലെയായിട്ടുണ്ട് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ട്. ഒരു മത്സ്യമോ മാംസമോ ഞാൻ കഴിക്കുമെങ്കിലും ഒരു മുട്ടയുടെ കഷ്ണം വരെ കഴിക്കുമ്പോൾ എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിൻ്റെ ഇപ്പോൾ പോവാത്തൊരു ബുദ്ധിമുട്ട് നല്ല പോലെ അനുഭവപ്പെട്ടിരുന്നു. ഞാൻ എൻ്റെ അടിവയറ്റിലും തൈലവും മാതാവിൻ്റെ ഉപ്പും തേനും വിശ്വാസത്തോടു കൂടി ചെല്ലും, മാതാവേ എനിക്കിത് മാറുന്നില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, നിയോഗത്തിൽ വെച്ചതുമല്ല, അത് എങ്ങനെയോ മാറിപ്പോയി. ഇപ്പം ഞാൻ 2-3 മുട്ട കഴിച്ചാലും 4 എത്ര ഫങ്ഷന് പങ്കെടുത്താലും എന്നെ അത് ബാധിക്കുന്നില്ല. എൻ്റെ ശരീരം അത്ര സ്മൂത്തായി അതിനോട് ചേർന്ന് പോവാണ് ചെയ്യുന്നത്. മാതാവിനും തിരുക്കുമാരനും ഞാൻ അറിയാണ്ട് എന്നെ സൗഖ്യപ്പെടുത്തിയതിന് ഞാൻ നന്ദി പറയുന്നു.
പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകൻ ഫോട്ടോഗ്രാഫറാണ്. ഒരു വെഡ്ഡിങ് കമ്പനി നടത്താണ് തൃശ്ശൂർ. നല്ല രീതിയിൽ അവൻ പോയിക്കൊണ്ടിരുന്നൊരു കമ്പനിയാണ്. പക്ഷേ അത് കുറച്ച് നാളുകളായിട്ട് അത് 0 ലെവലിലെത്തി. അവരെന്നും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അമ്മേ കമ്പനിക്ക് വർക്കില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു എൻക്വയറി പോലും വരുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല, ദിവസം ചെല്ലും തോറും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണില്ല, ഞാൻ അത് ആർക്കെങ്കിലും കൈമാറ്റം ചെയ്യണോ, ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് ഓഫീസിൽ പോകാൻ തന്നെ തോന്നണില്ല. ഞാനപ്പോൾ അവൻ പറയുന്നത് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ ഞാനത് സ്പീക്കറിൽ വെച്ചിട്ട് ആ രൂപത്തിൻ്റെ അവിടേക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. എനിക്കൊന്നും ഇതിൽ ചെയ്യാനില്ല, നിങ്ങൾക്കേ അത് ചെയ്യാനുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഈശോയോടും പറയും. ഞാൻ സഹായിയാണ്, എനിക്ക് നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ എന്ന് പറയും. 6ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അമ്മേ ഓഫീസിൻ്റെ കാര്യം ഒന്ന് നിയോഗത്തിൽ വെക്കണം എന്ന് പറഞ്ഞു. ഞാനത് നിയോഗത്തിൽ ഞാൻ വെച്ചു. ആ നിയോഗത്തിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പള്ളിയിൽ, അടുത്തുള്ളൊരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്ന് ഓഫീസ് വെഞ്ചിരിച്ചു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രമൻഡസ് ചേഞ്ചസ് ആണ് കമ്പനിക്ക് വന്നത്. പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയും നാളും കെട്ടിക്കിടന്ന ഒരു എൻക്വയറി പോലും കമ്പനിക്ക് വന്നിരുന്നില്ല. കമ്പനിയിലെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വരെ ബുദ്ധിമുട്ടായിരുന്ന കമ്പനിക്ക് എവിടെന്നോ ചാകര പോലെയാണ് വർക്ക് വന്നുകൊണ്ടിരുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21 അധ്യായത്തിൽ പറയുന്നുണ്ട്, ശിഷ്യന്മാർ നേരം വെളുക്കോളം വലയെറിഞ്ഞിട്ട് മത്സ്യം കിട്ടിയില്ല. യേശു പറഞ്ഞു, അത് നിങ്ങൾ വലത്തോട്ട് വലയെറിയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വല നിറച്ച് വഞ്ചി നിറച്ച് അവർക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് മത്സ്യം കിട്ടിയത്. ഇപ്പോൾ ഒരു പെട്ടെന്ന് അവൻ തന്നെ പറയും, ട്രമൻഡസ് ചേഞ്ചിങ്, അവർ വിചാരിക്കാത്ത തരത്തിലാണ് കമ്പനിക്ക് വർക്ക്. ചിലപ്പോൾ ഒക്കെ 4-5 വർക്കുകൾ വന്നിട്ട് വർക്കേഴ്സിനെ കിട്ടാണ്ട് ഒരു പരിധി നടക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു ചേഞ്ചസാണ് വന്നിട്ടുള്ളതാണ്. അതാണ് എൻ്റെ അമ്മ എനിക്ക് യേശുവിൽ നിന്ന് മേടിച്ച് തന്നിട്ടുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വിശ്വാസത്തിനെ ആഴപ്പെടുത്തണം. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഉടമ്പടിയിൽ വെച്ച നിയോഗമായതുകൊണ്ട് 90 ദിവസത്തിനുള്ളിൽ എനിക്ക് കമ്പനിക്ക് അൾട്ടിമേറ്റായിട്ടൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. കൂടാതെ തന്നെ ഒരു നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്നുള്ള ഒരു മോഹം അവൻ പറഞ്ഞു. വണ്ടി ഉണ്ട് ഒരെണ്ണം, എന്നാലും വർക്കേഴ്സിനെ കൊണ്ടുപോകാനായിട്ടുള്ള നല്ലൊരു വണ്ടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രീമിയം വണ്ടി തന്നെ, ഈ പറഞ്ഞ പൈസ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ 3-4 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഓഫീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ ഒരു പ്രീമിയം വണ്ടി വാങ്ങിക്കാനും പറ്റി. ഇതെല്ലാം ഇവൻ ഓഫീസിലേക്ക് ഞാനും പോയിട്ടുണ്ട്. ഇവനും ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് ഓഫീസിൽ ആരും ചവിട്ടാത്തോട്ട് മോനിട്ടോളോ, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അത് ഉപ്പിട്ടോളോ, കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അത് ഉപ്പിട്ടോളോ. ഞാൻ ഇടയ്ക്ക് എൻ്റെ ഉടമ്പടി തൈലം ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിടും. എന്നെ കൂട്ടുപിടിച്ചോളോ, അമ്മ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചോളോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവൻ അതുപോലെ തന്നെ അനുസരിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ഉപ്പും കാശ് രൂപം കൊടുത്തു വിടും. എന്നോട് ചോദിക്കും, അമ്മ ഉപ്പ് കാശ് രൂപം തായോ എന്ന് പറയും. കാശ് രൂപം കൊടുക്കും. വിശ്വാസപ്രമാണം ചൊല്ലി ആ വണ്ടിയുടെ സീറ്റിലും ഒക്കെ ഇട്ടിട്ടാണ് അതും ഒരു വിത്തിൻ ഡേയ്സ് ആ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. കൂടാതെ പിന്നെ അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യത്തിന് മകൾക്ക് പേടിയാണ്, ലൈസൻസ് എടുക്കാൻ വണ്ടി ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ കാശ് രൂപം കൊടുത്തു വിട്ടിട്ടുണ്ട്. മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശി കൊടുക്കും. ഉപ്പ് വിശ്വാസപ്രമാണത്തിൽ ചൊല്ലി തൈലം ഉപ്പും അവൾ വാഹനത്തിലിട്ടിട്ട്, അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് അവൾ വിചാരിച്ചില്ല അവൾക്ക് കിട്ടുന്നു. പക്ഷേ അമ്മ ലൈസൻസ് അവൾക്ക് നേടിക്കൊടുത്തു. പിന്നെ അതുപോലെ ഞാൻ മകൻ്റെ കല്യാണത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് 3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കല്യാണം ഞാൻ വിളിക്കുക, ഈ സന്നിധിയിൽ വന്നിട്ട് അമ്മേനെ കല്യാണം വിളിച്ചിട്ടേ ഞാൻ കല്യാണം വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നു. രണ്ടാമത്, മന്ത്രകോടി എടുക്കണേക്കാളും മുമ്പ് അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞിട്ടേ ഞാൻ മന്ത്രകോടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മന്ത്രകോടി അമ്മയ്ക്കൊരു സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം മന്ത്രകോടി ഒരു 30 മിനിറ്റിനുള്ളിൽ ഈ കല്യാണത്തിൻ്റെ മന്ത്രകോടി എനിക്ക് അമ്മ വേഗം എടുത്തു തന്നു.
അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എൽത്തുരുത്തിൽ അമ്മ എന്ന ഒരു മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന മക്കളുടെ ഒരു അഭയകേന്ദ്രമുണ്ട്. അവിടെ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമേ ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മകനോട് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു, അമ്മ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യാൻ, നമുക്ക് നെടുപ്പുഴയുള്ള അമ്മമാർ 10-20 പേരുള്ളൊരു അമ്മമാരടങ്ങിയിട്ടുള്ള ഒരു അഭയകേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് പോന്നു. എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ അമ്മോട് പറഞ്ഞത് ഞാൻ മാനസിക വൈകല്യം നേരിടുന്ന മക്കൾക്ക് കൊടുക്കാമെന്നാണ്, അവരുണ്ടട്ടെ ഞാൻ ഉണ്ണുള്ളൂ എന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കത് പറ്റിയില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ തലേ ദിവസം ചന്തം ചാർത്തണേന് ഞങ്ങൾ 100 പേരെയാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്ടോബർ 19-ാം തീയതി, ഒക്ടോബർ 20-ാം തീയതി കല്യാണം, 19-ാം തീയതി. 18-ാം തീയതി രാത്രിയായപ്പോൾ എന്നെ വിളിക്കുകയാണ്, അമ്മേ പാവപ്പെട്ടവർ വല്ലവരും ഉണ്ടോ ഭക്ഷണം കൊടുക്കാനായിട്ട്, നാളേക്ക് വരേണ്ട ഫുഡ് ഇന്ന് വന്നോർക്കണു. ഞാനത് തെറ്റി സൈൻ ചെയ്ത് പോയതാണ്, എൻ്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയേ, ഞാൻ ആർക്കാണോ കൊടുക്കണമെന്ന് ഞാൻ മനസ്സിൽ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവർക്ക് കൊടുത്തിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ മക്കൾക്ക് 19 പേരടങ്ങുന്ന ആ മക്കൾക്ക് കൊടുക്കാനും വേറെ സ്ഥലത്ത് 19 പേരിലധികമുള്ള മക്കൾക്ക് കൊടുക്കാനും സാധിച്ച അമ്മ എൻ്റെ ആഗ്രഹം നിർത്തി തന്നു. അതുപോലെ വീട്ടിലായാലും എപ്പോഴായാലും പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നിട്ടൊന്നും പ്രത്യേകം പ്രാർത്ഥിക്കാനൊന്നുമില്ല. കാരണം ഈ അമ്മയും മോനും എപ്പോഴും നമ്മുടെ അരിയത്തുണ്ട്, കൂടെയുണ്ട്, അവരോട് എപ്പോഴും സംസാരിക്കണ കാരണം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയോ പരിഭവമോ ഒന്നുമില്ല. ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. സങ്കടങ്ങൾ പറയാറുണ്ട്, പക്ഷേ പരിഭവമോ എന്താ തരാത്തത്, എന്നോട് ഇങ്ങനെ ചെയ്തേന്നാ ഇന്ന് വരെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. മകൾക്കായാലും മകളുടെ കുട്ടിക്കായാലും ആർക്കായാലും ഞാൻ ഉടമ്പടി തൈലം, മാതാവിൻ്റെ ഉടമ്പടി തൈലും അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പും തേനും എല്ലാം വ്യഞ്ചരിച്ച വസ്തുക്കളാണ് ഞാൻ ഉപയോഗിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയ വിശ്വാസത്തിലോട് കൂടിയിട്ട്. ഈ കൊന്തയാണ് എൻ്റെ വിശ്വാസത്തിൽ. ഈ കൊന്തേമ്മയാണ് എൻ്റെ മക്കളെ ഞാൻ കൊണ്ടു നടക്കുന്നത്. അവരെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഞാൻ എന്നും വിശ്വാസപ്രമാണം ചൊല്ലി തൈലം നെറ്റീമ, അവരെ 2 പേരുടെയും തൈലം നെറ്റീമ കുരിശ് വരച്ച് അവരെ അനുഗ്രഹിച്ചിട്ടാണ് എന്നും ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അതുപോലെ വീട്ടിലുള്ള വാഹനങ്ങൾക്ക് ഒക്കെ ഞാൻ ദിവസത്തിൽ 2 പ്രാവശ്യം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും വീട്ടിലെ വാഹനങ്ങളെയും വീടിനെയും വിശുദ്ധ കുരിശ് കൊണ്ട് വിശുദ്ധീകരിച്ചതിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥന ചെയ്യാറ്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം എനിക്ക് ആദ്യം ഞാനൊരു മടി പോലെ ഉണ്ടായിരുന്നു. അവർ തിരസ്കരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൊടുത്തു കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലാണ് ആദ്യം തുടങ്ങിയത്. മെഡിക്കൽ കോളേജിൽ കൊടുക്കും, കുടുംബശ്രീയിൽ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഇടയിൽ, അതുപോലെ ഇടവക പള്ളിയിൽ, പുത്തമ്പള്ളിയിൽ, ലൂർദ് പള്ളിയിൽ, പാവർട്ടി പള്ളിയിൽ, അതുപോലെ മകൻ്റെ കല്യാണം വിളിക്കാനായിട്ട് പോകുമ്പോൾ വിവാഹക്കുറിക്ക് മുമ്പ് ഞാൻ ഈ അമ്മയുടെ കൃപാസന പത്രം കൊടുത്തിട്ടാണ് എനിക്ക് അമ്മ വഴി നേടിത്തന്നതാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി കൃപാസന പത്രം കൊടുത്തിട്ടതിന് ശേഷമാണ് ഞാൻ കല്യാണത്തിൻ്റെ വിവാഹകത്ത് അവർക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ അമ്മയുടെ പ്രേക്ഷിതയാവാനായിട്ട് ഇപ്പോഴേ എനിക്ക് സാധിക്കുന്നു, അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് പണ്ടും അറിയാത്തവർക്ക് ഞാൻ ആരോടും പറയാറില്ല, ഞാൻ കൊടുക്കണത് ആരോടും പറയാറില്ല. ഭക്ഷണം കെട്ടി ഞാൻ പൊതിഞ്ഞ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ തൃശ്ശൂർ കൊണ്ടുപോയി കൊടുക്കും. ഞാൻ മക്കളോടോ ഭർത്താവിനോടോ ആരോടും പറയാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് തുഴഞ്ഞുകൊണ്ടിരുന്നത്. എൻ്റെ ഉടമ്പടി ഞാൻ മാത്രമാണ് ചെയ്തിരുന്നത്. ഒരാൾ ഞാൻ അതിനേക്ക് വലിച്ചഴച്ചിട്ടില്ല, അത് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മകനോട് പറയും, ആവശ്യം ഇങ്ങനെ ഇവർക്ക് ഇന്ന് സഹായിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞാൽ അവൻ കൈയഴിഞ്ഞ് സഹായിക്കും. ഞാൻ ക്യാൻസർ രോഗികൾ സഹായിക്കാൻ വന്നിട്ടുണ്ട്. വസ്ത്രങ്ങൾ ഞാൻ കൃപാസനത്തിൽ പുതിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കും വസ്ത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ വഴി ഞാൻ അറിയാത്തവർക്ക് ഞാനൊരു മാസത്തിൽ 3-4 പ്രാവശ്യം സോഷ്യൽ മീഡിയ വഴി ഞാൻ
അത് എനിക്കിപ്പോൾ എനിക്കായിട്ട് സ്വന്തമായിട്ട് വരുമാനമില്ല, എൻ്റെ മകൻ തരുന്നതാണ്. അതുവഴി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പൊതിച്ചോറ് കെട്ടിയിട്ട് കൊടുക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തന്നിട്ടുണ്ട്. എല്ലാം എനിക്ക് എപ്പോഴും നന്ദിയുള്ളവളായിരിക്കണം, വിശ്വസ്തതയും വിശ്വാസത്തോടു കൂടി നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഓഫീസിൻ്റെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. ഞാൻ അമ്മോട് പറഞ്ഞു ഇങ്ങനെ മോശം സിറ്റുവേഷനിലാണ് പോകുന്നത്, അപ്പോൾ എനിക്ക് ഇതിലെന്തെങ്കിലും അമ്മ പ്രാർത്ഥനയിൽ എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങളെല്ലാം അമ്മ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ ഉടമ്പടിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുടെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ച എനിക്ക് കറക്റ്റ് ദിവസങ്ങൾ ഓർമ്മയില്ല, ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എൻ്റെ ഓഫീസിലുണ്ടായത്. അമ്മയ്ക്ക് തിരികും പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഇതുവരെ ചെയ്തു തന്ന ഓരോ ഉപകാരങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ വരുന്നത് ആറ്റിങ്ങിൽ നിന്നാണ് വരുന്നത്. 2022 ജനുവരിയിലാണ് ഞാൻ ആദ്യ ഉടമ്പടി എടുക്കുകയും എനിക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ മകനും എനിക്കും വേണ്ടി ദൈവം ചെയ്തു തന്നു. അതൊന്ന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിന്നിവിടെ പറയാൻ പറ്റാതെ വിഷമത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 5 വർഷമായി എനിക്ക് കാലിന് വേദന ഉണ്ടായിരുന്നു. ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. അത് എപ്പോഴാണ് മാറിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ കാലുവേദന ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഈ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ പുറത്താണല്ലോ എനിക്കിത് മാറ്റി തന്നതെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ ജൂൺ മാസത്തിൽ ഇവിടെ വന്ന് എനിക്ക് 60 വർഷമായി ഞങ്ങളുടെ വീട്ടിൽ വഴിയില്ലായിരുന്നു. ഒരുപാട് നാൾ ഞാൻ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പോകാത്ത ഒരു സ്ഥലവുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വഴിക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ 60 വർഷത്തിനിടയിൽ ഞാൻ ഈ ജൂൺ മാസം ഇവിടെ വന്നു. 18-ാം തീയതി ഉടമ്പടി പുതുക്കാനാണ് ഞാനിവിടെ വന്നത്. ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നി, അച്ഛനെ ഒന്ന് കണ്ട് ഈ വഴിയുടെ കാര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോഴും ഞാൻ ഓടിച്ചെന്ന് ആ ക്യൂവിൽ നിന്നു. ക്യൂവിൽ അങ്ങ് അറ്റത്ത് നിന്ന് ഞാൻ വരിയായി അടുത്തെത്തിയപ്പോഴേക്കും അവർ പറഞ്ഞു, ഇങ്ങനെ വന്നാൽ പറ്റില്ല, അതിൻ്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നാലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചിരുന്നു. ഞാൻ എന്ത് ചെയ്യും, ഇനി ആറ്റങ്ങി പോയി ഞാൻ വഴിയിലെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോഴേ എനിക്ക് തോന്നി, വീട്ടിൽ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ ആവശ്യപ്പെടുകയും വഴിയിലെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരികയും ചെയ്തു. അടുത്ത് ഒരു കടയിൽ കൊടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വീണ്ടും ഞാൻ ക്യൂവിൽ വന്ന് നിന്നു. എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കനും കിട്ടി. ഞാൻ ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ ഈ ഫോട്ടോ സ്റ്റാറ്റ് വാങ്ങിച്ചു. പരിശുദ്ധ അമ്മയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി അതിൽ വെച്ച് പ്രാർത്ഥിച്ചത് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് ഒരു പെട്ടി തുറന്നൊരു കാശ് രൂപം എടുത്ത് എൻ്റെ തന്നു. ഞാൻ അത് വാങ്ങി എഴിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് എന്നെ പിടിച്ചിട്ട് പറഞ്ഞു, ഈ കാശ് രൂപം ഇന്ന് കൊണ്ടുപോയി നിൻ്റെ വഴിയിൽ കുഴിച്ച് വയ്ക്കുക, കുഴിച്ച് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചു പോരാൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തു. ഞാൻ തിരിച്ചു വന്നു. ജൂലൈ 31 ഞാൻ പ്രമാണം എഴുതി. സെപ്റ്റംബർ 1-ാം തീയതി ഞാൻ വണ്ടി ഇറക്കി. നല്ല രീതിയിൽ ഒരു വഴിയും വെട്ടി. 7.25 സെൻറ്റ് പെരയിടം ഒരു വഴി മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. പക്ഷേ എൻ്റെ പരിശുദ്ധയമ്മയും തിരുകുമാരനും ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് 7.5 സെൻറ്റ് പെരയിടം കൂടി എനിക്ക് തന്നു. പരിശുദ്ധയമ്മ എന്നെ അനുഗ്രഹിച്ച് 60 വർഷം നടക്കാതെ പോയ കാര്യം പരിശുദ്ധയമ്മ എനിക്ക് നടത്തി തന്നതിന് 1000 നന്ദി. പിന്നെ ഞാൻ പത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. പത്രങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കും. ഹോസ്പിറ്റലിൽ അങ്ങും ഇഞ്ഞും കയറി ഇറങ്ങി ഞാൻ നോക്കും ആരാണ് ഏറ്റവും ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്തവരെന്ന് കണ്ടിട്ട് ആ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ചിലവിനുള്ളത് ആഹാരം കഴിക്കാനുള്ളത് ഞാൻ കൊടുക്കും. പിന്നെ രോഗികളടുത്ത് ചെന്ന് നിന്ന് ഈ വിശ്വാസ പ്രമാണം ചൊല്ലി അവരുടെ അസുഖങ്ങളും കാര്യങ്ങളും വേദനകളെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്,
ഉണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വിശ്വാസം വരത്തക്ക രീതിയിൽ എൻ്റെ അനുഭവങ്ങൾ ഓരോന്നായി ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത് ഈ പത്രം ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇത് പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അവരെന്നെ തിരിച്ചു വിടുമായിരുന്നു. പിന്നെ ഓട്ടോക്കാരുടെ അടുത്ത് കൊണ്ടുപോകും, അവരുടെ അടുത്തൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഞാനിത് കൊടുക്കുമ്പോൾ അവർ ചില ആളുകൾ അവിടെ കളഞ്ഞിട്ട് പോകും. പിന്നെ ഞാൻ അത് പോയി എടുക്കും, പിന്നെ വേറൊരാളിന് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ എടുത്തും ദൈവം എന്നെ അനുഗ്രഹിച്ചതിന് 1000 നന്ദിയും സ്തോത്രവും സ്തുതി അർപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതൊന്നും ഇപ്പോൾ ഇവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ മകനെ കൊണ്ടുവരാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. എൻ്റെ മകന് 13 വയസ്സായിട്ടും കല്യാണം നടക്കില്ല. കല്യാണം നടക്കാത്ത കാരണം അടി പിടി അക്രമം മദ്യപാനം ഇതെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആരോടും എൻ്റെ മകന് വേണ്ടി ഒരു പെണ്ണിനെ ചോദിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആരോടും ചോദിച്ചില്ല. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതിൽ വെച്ച് 2023 ആകുമ്പോൾ ജനുവരി 21 എൻ്റെ മകൻ്റെ കല്യാണം നീ നടത്തിത്തരണേ പരിശുദ്ധമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ തിരുകുമാരനോടും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. ആ 2023 എൻ്റെ മകൻ ഗൾഫിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവനെ വിളിച്ചു വരുത്തി. 2023 നിൻ്റെ വിവാഹമാണ്, നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഒരു പെണ്ണിനെ പോലും കണ്ടിട്ടില്ല. എൻ്റെ മകൻ തിരിച്ചു വന്നു. ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരിയായി, മാർച്ചായി. അപ്പം എൻ്റെ മകൻ പറഞ്ഞു, ഇനി അമ്മ പള്ളിയിലൊന്നും പോകണ്ട, ഇതോടെ നിർത്തിക്കൊള്ളണം. 2023 ജനുവരിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണമൊന്നും നടന്നില്ല, ഒരു പെണ്ണിനെ പോലും കണ്ടില്ല, ഇത് മതിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവിന് ഒരു നിമിഷം മതി ശ്യാമേ, നീ ഒന്ന് സമാധാനപ്പെടും, നിനക്കൊരു കല്യാണം എൻ്റെ ദൈവം ഒരു നിമിഷങ്ങൾക്കുള്ളിൽ നടത്തി തരുമെന്ന് പറഞ്ഞ് ഏപ്രിൽ 6 ആയപ്പോൾ 10 ദിവസം കൊണ്ട് ഒരു പെൺകുട്ടിയെ കാണുകയും ഒരു കല്യാണം ആ 10 ദിവസം കൊണ്ട് നടത്തുകയും ചെയ്തു. 10 ദിവസം കൂടി ഞാൻ അധികം ചോദിച്ചു, എൻ്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ചോദിച്ചു. എൻ്റെ മകനൊരു കല്യാണമൊക്കെ നടന്ന് നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് ദൈവം കാണിച്ചു തന്നു. ഇപ്പോൾ ആ കുട്ടി എൻ്റെ മരുമകളല്ല, മകളാണ്, നല്ല കുട്ടിയാണ്. വേറെ ഒരു കുഴപ്പവുമില്ലാതെ ഇപ്പോൾ പോകുന്നുണ്ട്. ഒരു ചെറിയ ജോലിയും ഒക്കെ ഉണ്ട്. ചൈതന്യ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ മകൻ്റെ മദ്യപാനമെല്ലാം പൂർണ്ണമായും മാറി. 6 മാസത്തിൽ ഒരു കേസ് അവൻ എന്തായാലും ഉണ്ടാക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും അവൻ ഒരു പ്രാവശ്യം ജയിലിലും ഒക്കെ കിടന്നു. അടി കേസ് കൂട്ടുകാർക്ക് വേണ്ടി പോണതാണ്, നമുക്ക് വേണ്ടി ഒന്നും പോണതല്ല. അതിൽ നിന്നല്ല ഇപ്പോൾ 1 വർഷം കൊണ്ട് എനിക്കൊരു സമാധാനവും സന്തോഷവും തന്ന് ദൈവമാതാവും തിരുകുമാരൻ എന്നെ അനുഗ്രഹിച്ചതിനായി 1000 നന്ദി സ്തോത്രവും. ഇവിടെ പള്ളിയാണെന്നോ ഇവിടെ എന്താണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. 2019-18 ആ ടൈമിൽ ഞാനിവിടെ വന്നത്. അപ്പോൾ ഇങ്ങനെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ 23 വർഷമായിട്ട് വീടില്ലാതെ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഈ അടുത്ത ഒരു 2019 വരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീട് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്, അതായത് കോളേജിൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ പല്ലിൽ സൈഡിലായിട്ടൊരു മുഴ പോലെ വരികയും അതുകൊണ്ട് ഒരു 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ മൊത്തം കയറി ഇറങ്ങി. പക്ഷേ അത് എന്താണെന്ന് കണ്ടുപിടിക്കാനോ അതിനകത്ത് എന്താണെന്നോ ഒന്നും ഡോക്ടേഴ്സിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എല്ലായിടത്തും കയറി ഇറങ്ങിയപ്പം മെഡിക്കൽ കോളേജിലൊരു സ്ഥലത്ത് മെഡിക്കൽ കോളേജ് ചെന്നപ്പോഴത്തേക്കും അവരത് പഠിക്കുന്ന പോലെ പിള്ളേരൊക്കെ ഇങ്ങനെ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു മുഴയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി നമ്മുടെ വീട്ടിൽ വരികയും ഇവിടുത്തെ ഒരു തൈലം തരികയും ചെയ്തു. അപ്പം എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ കൊണ്ടു തന്നു, നീ ഇതൊന്ന് തേച്ച് നോക്കുക. അവരിങ്ങനെ പറയുന്നു, അമ്മയ്ക്ക് പരിചയമുള്ളതാണെന്നു. അവരിങ്ങനെ പറയുന്നു, നീ ഒന്ന് തേച്ച് നോക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇട്ടു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആ മുഴ കാണുന്നില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് എവിടെ പോയി എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവരിങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ പറയുകയും ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് അച്ഛൻ്റെ ടോക്കോ ധ്യാനമോ ഒന്നും കൂടുന്നില്ലായിരുന്നു. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, അറിയത്തില്ല. അപ്പം ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ. കോവിഡിന് മുന്നേ ആയിട്ടേ വീട്ടിൽ പ്രശ്നങ്ങൾ. ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി കോവിഡായിട്ട്. പിന്നെ വീടില്ല. സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനമായിരുന്നു. അത് നമുക്കങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല, വീടില്ല, മൊത്തം ബിഗ് സീറോയിലായിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചേച്ചിയോട് പറഞ്ഞു, നമുക്കെന്നെങ്കിൽ അച്ഛനെ പോയി ഒന്ന് കാണാം. പക്ഷെ അപ്പോഴും എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് എനിക്ക് പാലിച്ച് വരാനോ പ്രോപ്പറായിട്ട് ഞാൻ പുതുക്കാറോ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ അച്ഛനെ കാണും? അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഒരു 18 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഈ കണ്ടം പോലെയാണ് കിടക്കുന്നത്. അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ആധാരം ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ആധാരത്തിൽ നമ്മൾ വില്ലേജിൽ കാണിച്ചപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് തിരുത്തിക്കൊണ്ട് വരണം, അതിൽ കരമടയ്ക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത് വില്ലേജിൽ നിന്ന്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന്
ഫ്രണ്ടിൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ 2 പെൺപിള്ളേരാണ്, ഞങ്ങൾക്ക് ഇനി ഇതല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവർത്തിയില്ല അമ്മേ, ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, ഇത് തിരുത്തിക്കൊണ്ട് വരാനാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഇത് നിവർത്തിയില്ല അമ്മ, ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുന്നതിന് മുന്നേ ആയിട്ട് അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞ് അത് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് എൻ്റെ അടുത്തൊരു വക്കീൽ പറഞ്ഞു, നീ അത് ചെയ്തോ, ആധാരത്തിലെ പ്രശ്നമല്ലേ, അത് അവരുടെ തെറ്റാണ്, നമ്മുടെ തെറ്റല്ലല്ലോ, ആധാരത്തിൽ അങ്ങനെ എന്തോ വിഷയം ഉണ്ടെങ്കിലും വില്ലേജിൽ എന്തോ കരം അടച്ച ആ കരത്തിൽ തമ്മിലാണ് പ്രശ്നം, നിങ്ങളത് ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധൈര്യത്തിൽ നമ്മൾ വില്ലേജിൽ ചെന്നപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് നടക്കത്തില്ല, നിങ്ങൾ തിരുത്തിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലേജ് ഓഫീസർ അവിടെ നിന്ന് മാറിപ്പോയി, വേറൊരു വില്ലേജ് ഓഫീസർ വന്നു. അപ്പം ഞാൻ വീണ്ടും ചെന്നപ്പോൾ പുള്ളി അത് വന്ന് പോലും ഒന്നും നോക്കാതെ പുള്ളി നമുക്കത് സെറ്റ് ചെയ്ത് അതിൽ സൈൻ ചെയ്ത് പെർമിറ്റ് തന്നു. അങ്ങനെ നമ്മൾ വീട് പണി വെറും 5 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം കൂടെ പണയം വെച്ചാണ് നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഒരു 8 മാസം കൊണ്ട് എവിടുന്നൊക്കെയോ പൈസ വന്ന് നമ്മളൊരു 35-36 ലക്ഷം രൂപയുടെ വീട്, അത് നമുക്ക് സ്വപ്നം പോലും കാണാത്തൊരു ഭവനമാണ് അമ്മ തന്നത്. അതിനെനിക്ക് അമ്മയോട് 1000 നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട് വെച്ചു. അപ്പം നമ്മുടെ കയ്യിൽ ഫുൾ പൈസയും കടമൊക്കെ കുറച്ചുണ്ട്, പിന്നെ നമ്മുടെ സ്വർണ്ണമൊക്കെ എങ്ങനെയോ വെച്ചിട്ടാണ്, നമ്മൾ എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, അത് അമ്മയുടെ ഒരു ഇടപെടലാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു ചെറിയ സ്ഥാപനം നമുക്ക് പാതിരപ്പള്ളിയിൽ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുള്ളിലേക്കാണ്, ചെറിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ചേച്ചിയായിരുന്നു അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ചേച്ചി പറഞ്ഞ് ഇതിനി എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് ഒരുപാട് പൈസയൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഇനി മുന്നോട്ട് പോയാൽ ഇതിൻ്റെ ലൈസൻസും പുതുക്കാൻ പറ്റത്തില്ല, കാരണം ചെറിയ സ്ഥാപനങ്ങളെല്ലാം അടയ്ക്കണമെന്നാണ്, ഇപ്പം മെഡിക്കലിൽ കുറേ പ്രോബ്ലം ഉണ്ട്, ചെറിയ ലാഭമൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക. അപ്പം ഞാൻ പറഞ്ഞ് ഞാനെന്തായാലും ആ സമയത്ത് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി, ഇവിടെ വന്ന് അച്ഛൻ്റെ ടോക്കൊക്കെ കാണുകയും ധ്യാനം കൃത്യമായിട്ട് കൂടുകയൊക്കെ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞ് താൻ എൻ്റെ കൂടെ വാ, ഞാൻ പറഞ്ഞ് ഈ കൊച്ചു ലോണിനെ അന്വേഷിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞ് എന്നാൽ നീ എൻ്റെ കൂടെ പള്ളി വരാൻ പറഞ്ഞ് വരും, ഉടമ്പടിയൊന്നും എടുക്കത്തില്ല, അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരു ആളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ലോൺ റിജക്ഷനായിപ്പോയി. അപ്പോൾ റിജക്ഷനായി പോയപ്പോൾ ഞാൻ പറഞ്ഞ് നീ അതിങ്ങി ഞാൻ അച്ഛനെ പോയി കാണാം, പക്ഷേ നീ ഉടമ്പടിയിലല്ലാത്ത കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും അമ്മ അനുവദിക്കുവാണെങ്കിൽ ആര് നമ്മളെ മാറ്റി നിർത്തിയാലും അമ്മ നമ്മളെ അവിടെ എത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ റിജക്ഷനായ പേപ്പർ നമ്മൾ സ്ഥാപനത്തിന് ലോണിനായിട്ട് ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇത് ഇത്രയും ഇരിക്കുന്ന കണ്ടില്ലേ, ഇത് ഇത്രയും റിജക്ഷൻ ആയതാ, ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്കോർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം ഇത്രയും പേപ്പർ ഇവിടെ റിജക്ഷൻ ആയിട്ടിരിക്കുക, പിന്നെ നിങ്ങൾക്കിത് എങ്ങനെ കിട്ടുമെന്ന് മാനേജറുകളോട് ചോദിച്ചു. സിബിൽ സ്കോർ തനിക്ക് കുറവാണ്. സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ ഇത് ഈടില്ലാത്തൊരു ലോണാണ്, അതായത് വുമൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോണായിരുന്നു. അപ്പോൾ നമ്മൾ 12 ലക്ഷം രൂപയാണ് അത് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്, മിഷനറി മേടിക്കാനായിട്ട് ലാബിനായിട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇല്ല, ട്രാൻസാക്ഷൻ്റെ പ്രശ്നം കാരണം അവർ കൊടുക്കില്ല, അത് സിസ്റ്റം മൂവ് ആവുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ ലോണിനായിട്ട് കുറേ കടം മേടിച്ച് അത് അത്രയും പേപ്പേഴ്സ് എത്തിച്ചിരിക്കുക, അവിടെ ബഹളമായി, ആളും മാനേജറുമായിട്ട് ഇടിയായി. അപ്പോൾ പുള്ളി തരുന്നില്ല എന്നുള്ള രീതിയിലായി. പിന്നെ ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ റിജക്ഷനായ പേപ്പറിൻ്റെ ഒരു കോപ്പി തന്നിട്ട് ഇങ്ങനെ തലയാട്ടി കാണിച്ച് എന്തായാലും ഇത് കിട്ടാൻ പോകുന്നില്ല, ഞാനിവിടെ ഉണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ, ഞാൻ ഇത്രയും പേപ്പർ ഇവിടെ ഇരിക്കുവാണ്, ഇത് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് ആ പേപ്പറുമായിട്ട് അച്ഛനെ കാണാനായിട്ട് നിന്ന്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ പേപ്പറും എൻ്റെ ഉടമ്പടിയുമാണ്, അങ്ങനെ കാണാൻ പറ്റില്ല എന്നൊന്നും ചെയ്യുമ്പോൾ ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊന്ത ചൊല്ലി 2ാമത്തെ രഹസ്യമായപ്പോഴത്തേക്കും എന്നെ കയറ്റി വിട്ടു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ലാസ്റ്റ് ഇവിടെ ഒന്ന് നിൽക്കുവാണ്. അപ്പോൾ ചേച്ചീനെ വിളിച്ചുകൊണ്ട് വാ, നീ അച്ഛനെ ഒന്ന് കാണാമല്ലോ, എൻ്റെ കാര്യങ്ങളെല്ലാം നിൻ്റെ അവസ്ഥകളെല്ലാം പറയാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓടിപ്പോയി. എൻ്റെ ഇവിടെ അടുത്താണ്, 4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ചേച്ചി വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് എന്നിട്ട് ലാസ്റ്റ് അച്ഛൻ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് എല്ലാവരെയും കണ്ട് കഴിഞ്ഞു, ഞങ്ങൾ അവിടെ വരെ എത്തിയുള്ളൂ. ഓടി വന്ന് ഞങ്ങൾ ഇവിടെ നിന്നു. അപ്പം എന്നെ മാത്രമേ കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പുറത്തിൽ നിന്നു. എന്നിട്ട് ഞാനിങ്ങനെ അച്ഛൻ്റെ അതിൽ ആ പേപ്പർ കൊടുത്തു, അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു തിരിച്ചു വന്നു.
എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛൻ എന്നോടൊന്നും ഇങ്ങോട്ട് പറയുന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം അച്ഛൻ ലാസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇങ്ങനെ ആ കാര്യം കേട്ടിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഈ കാശ് രൂപ അവൾക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ ലോൺ പാസ്സായി എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചിക്ക് അത് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ബാക്കി ചേച്ചി പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. ഇപ്പം ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ഉറപ്പാണ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് വെറുതെയാണ്, അങ്ങനെയൊന്നും കിട്ടത്തില്ല, പുള്ളി എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ കിട്ടില്ല എന്ന്. പക്ഷേ ഞങ്ങളിത് ഒരു മാസം വെയിറ്റ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഫോണിൽ ചെക്ക് ചെയ്തോളാം, എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എത്രയാണോ സ്കോർ വേണ്ടത് 567 വേണ്ടത്, ആ 567 തന്നെ തന്ന് എനിക്ക് സിബിൽ സ്കോർ കൂട്ടി തന്നു. ഒരു മാസമായപ്പം അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞു ഇത് തനിയെ വന്നിട്ടുള്ളതായിരിക്കും, ഇത് അങ്ങനെയൊന്നും കൂടി വരത്തില്ല, ഇത് തനിയെ വന്നതാ, അല്ലാതെ അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഈസി ആയിട്ട് കിട്ടും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഇവൾ ഭയങ്കര പ്രാർത്ഥനയാണ്. ഞാൻ പറയും നിനക്ക് വേറൊരു പണിയില്ലേ, 24 മണിക്കൂർ നീ സാക്ഷ്യം കേൾക്കലും അച്ഛൻ്റെ ധ്യാനം കൂടലുമാണ്, ഇത് നിർത്തി വെക്കാവോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെനിക്കിതൊരു വിശ്വാസമില്ല ഇവളിലൂടെ ഇവിടെ വരുമെങ്കിലും. ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു നീ സ്കോർ കൂടുമ്പോൾ തന്നെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ 3 മാസത്തേക്കല്ലേ ഞാൻ എടുക്കാം, 3 മാസം കഴിയുമ്പം വേണ്ടെങ്കിൽ നിർത്താമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി. ബാങ്കിൽ ചെന്നപ്പം അതിലും വലിയൊരു ടാസ്ക്കായിരുന്നു. ഈ 2 ചെറിയ പിള്ളേർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ 18 ലക്ഷം രൂപയുടെ ലോൺ ഞങ്ങൾക്ക് കിട്ടും. 18 വെച്ചാൽ ബാക്കി നമ്മൾ 12 നമുക്ക് കിട്ടുള്ളൂ മിഷ്യൻ്റെ പൈസ, ബാക്കി നമ്മൾ അടയ്ക്കണം. അപ്പം ഇതെങ്ങനെ തരും, നിങ്ങൾക്ക് എങ്ങനെ തരും, ഈ 2 ചെറിയ പിള്ളേരല്ലേ, നിങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കും, ഒന്നാമത് ഇത് ഈടില്ലാത്ത ലോണാണ്, അപ്പോൾ അത് തരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ അന്ന് വിഷമിച്ച് പോന്നു. ഇവിടെ വന്നിരുന്ന് സംസാരിച്ച് മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സ്കോർ കൂട്ടി തന്ന നീ ആണെങ്കിൽ ഞങ്ങൾക്കിത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണമെന്ന് പറഞ്ഞ്. രണ്ടാമത് ഞങ്ങൾ ചെന്നു, വീണ്ടും അവരങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ അന്ന് ഞങ്ങൾ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. മൂന്നാമത് മാനേജറുമായിട്ട് സംസാരിക്കാൻ അവരെന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ 2 പേരും മാനേജറും. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് മിഷ്യൻ്റെ സർവീസ് ചെയ്യുന്ന ആളെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു ധൈര്യത്തിലും. പക്ഷേ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ തന്നെയാണ് അവരെ കൺവിൻസ് ചെയ്യിച്ചത്. ഒരിക്കലും എനിക്ക് അങ്ങനെ പറയാനുള്ളൊരു ധൈര്യം പോലും ഇല്ല. പക്ഷേ ഞാൻ അവരെ കൺവിൻസ് ചെയ്യിച്ച് അവരന്ന് തന്നെ എനിക്ക് ലോണിനുള്ള സാങ്ഷനുള്ള പേപ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ലോൺ പാസ്സായി, പണിയെല്ലാം തുടങ്ങി, ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇവളടുത്ത് പറഞ്ഞായിരുന്നല്ലോ ഇവിടെ വന്ന് ഉടമ്പടി പാലിച്ചോളാന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സുഖമായി പോയി കിടന്നുറങ്ങി. അങ്ങനെ 3 മാസത്തെ പത്രം ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കൂടാൻ തുടങ്ങി. അപ്പം ലാബിൽ സ്റ്റാഫൊക്കെ ഉണ്ട്, 3 പേര് സ്റ്റാഫുണ്ട്. പക്ഷേ അവിടെ ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, സ്റ്റാഫ് പോയി. ഞാൻ വീണ്ടും ലാബിൽ കയറി. രാവിലെ 6:30 കയറുന്ന ഞങ്ങൾ 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇവൾ എന്നെ അവിടെ ഇരുത്തിയിട്ട് അപ്പം നോക്കിയപ്പോൾ ഇത്രയും പത്രം കൂടിയിരിക്കുക. അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ എന്നെ അവിടെ അമ്മ ലോക്ക് ചെയ്ത്, വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു, ഞാൻ അവിടെ ലോക്കായി. അപ്പോൾ ഇവൾ നോക്കിയപ്പോഴത്തേക്ക് പത്രം ഇത്ര ഇരിക്കുക. അപ്പം ഇവൾക്ക് മനസ്സിലായി കറക്റ്റായിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്നില്ല എന്ന്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു സ്കോർ തന്ന് ഇത്രയും വലിയൊരു സ്ഥാപനം തന്നതാണ്, പക്ഷെ നമ്മളത് പാലിക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം തന്നെ ഇവൾ പത്രമായിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ DM ഓഫീസിൽ നിന്ന് വന്നു, നിങ്ങൾ ലൈസൻസ് എടുത്തിട്ടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ തന്ന് ഞങ്ങൾ ലാബ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയും ലക്ഷം രൂപ ഞങ്ങളുടെ പേരിൽ കടവാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങളിവിടെ രാത്രി 8 മണി വരെ വന്നിരിക്കും. അമ്മ ഞങ്ങളെല്ലാവരും പുച്ഛിക്കുവാണ്, ഇങ്ങനെ പറയുന്നു, അമ്മയാണ് ആ സ്ഥാപനം തന്നത്, ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, ഇനി അത് ഉണ്ടാവത്തില്ല, ഞങ്ങൾക്ക് ആ സ്ഥാപനം തിരിച്ചു തരണമെന്ന് പറഞ്ഞ്. അങ്ങനെ 8 മണിക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് അമ്മ ഭയങ്കരമായി സുഗന്ധാഭിഷേകം തരുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന്. ഞങ്ങൾ ആ 3 മാസം അടച്ചിട്ട 3 മാസം കമ്പൽസറി ആയിട്ട് പ്രേക്ഷിത വേലയ്ക്ക് വീണ്ടും ഇറങ്ങാൻ തുടങ്ങി. ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞ് ആയിരുന്നു ആദ്യമേ സ്കോർ ഞങ്ങൾ വാങ്ങിച്ചത്. അതേപോലെ തന്നെ രണ്ടാമതും ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി ഫസ്റ്റ് പേപ്പറിന് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ 3 മാസം സമയം എടുക്കും ഒരു പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞ്. അപ്പോൾ ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അതിൽ കാണിച്ചു 3 മാസം എടുക്കുന്നു. അപ്പോൾ 3 മാസമൊക്കെ അടച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ലോൺ എങ്ങനെ അടയ്ക്കും ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ? അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഇവിടുന്ന് പത്രമായി നേരെ തിരുവനന്തപുരം പോയി. അവിടെ പ്രേക്ഷിത വേലയും ചെയ്ത് പുള്ളിക്കാരിയെ നേരിട്ട് കണ്ടു. അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞ്, ആദ്യം ചെന്ന് കണ്ടപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞ് നടക്കില്ല, നിങ്ങൾ പൊക്കോ,
ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല, എനിക്ക് മാനേജറാണെങ്കിൽ ഇവിടെ ഇല്ല, പത്തനംതിട്ടയിൽ പോയിരിക്കുവാണെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വിഷമിച്ച് അവിടെയൊക്കെ ഉപ്പും തൈലവും ഒക്കെ, തൈലം വരച്ച് കുരിശ് വരച്ച് ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച് അകത്ത് പോയി അവർ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാനിത് ചെയ്തു തരാം. ഒരു പത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞ്, എനിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം, ഇനി നിങ്ങളിവിടെ വരുമ്പോൾ ഞാനിവിടെ കാണത്തില്ല, ഇത് നിങ്ങൾ കൃത്യമായി അടച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കോണം എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ആ പേപ്പർ കിട്ടി. 3 മാസം താമസമുണ്ടെന്ന് പറഞ്ഞ പേപ്പറാണ്. അങ്ങനെ ഓരോ പേപ്പറും ഞങ്ങൾ എടുക്കാൻ ചെല്ലുമ്പോഴും ഇത്ര താമസം ഉണ്ടെന്ന് പറയുന്നിടത്തൊക്കെ ഞങ്ങൾ കുരിശ് വരച്ച് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഞങ്ങൾ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ 3 ആഴ്ച 4 ആഴ്ച എന്നൊക്കെ പറയുന്ന പേപ്പറുകൾ ഞങ്ങൾക്ക് 2 ദിവസം 3 ദിവസം കൊണ്ട് കിട്ടി. അങ്ങനെ എല്ലാമായിട്ട് DMO ഓഫീസിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു. അവർക്ക് ഞങ്ങൾ ലൈസൻസ് എടുക്കാതെ തുറന്നതിനുള്ള ദേഷ്യത്തിൽ അവർ ഞങ്ങൾക്ക് പേപ്പർ തരത്തില്ല എന്നായി. ഞങ്ങളത് വിഷമിച്ച് ഇവിടെ വന്നിരുന്ന് കരഞ്ഞു. ഇനിയും നീണ്ടുപോയാൽ നമുക്ക് വിഷമമാണ്, അമ്മ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അത് തുറന്നു തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുറത്തെ എല്ലാ പാർട്ടിക്കാരെയും ഞങ്ങൾ പോയി കാണും, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അത് തുറക്കാൻ വേണ്ടി. അവർ പേപ്പർ പിടിച്ചു വെച്ചിരിക്കുമോ, തരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് വാങ്ങിച്ച് അച്ഛൻ പൊയ്ക്കോളാൻ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ഒരാൾ, പുറത്ത് ഒത്തിരി പാർട്ടിക്കാരെ പോയി കണ്ടിട്ടും ആര് വിളിച്ചു പറഞ്ഞിട്ടും DMOയുടെ നമ്പർ അവരുടെ കയ്യിലിരിക്കും, അവർ അത് തരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോൺ കോളിൽ അവിടേക്ക് പോയി 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈസൻസ് കിട്ടി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലാബ് തുറന്നു. അപ്പോൾ അടച്ചിട്ടിട്ട് തുറക്കുമ്പോൾ എല്ലാവരും പറയും, നിങ്ങൾ അടച്ച് പോയി, നിർത്തിപ്പോയി എന്നൊക്കെ പറയും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ രാവിലെ 5:45 ഞങ്ങളുടെ സ്ഥാപനത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ 5:45 ഒരാൾ വെളിയിൽ നിൽക്കുക. അയാൾ ചോദിച്ചു, എന്തായി നിങ്ങളുടെ പേപ്പർ കിട്ടിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ്, നിങ്ങൾ ഇവിടുന്ന് നിർത്തിപ്പോയി. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറയുക, ഇല്ല, അവർ പോയിട്ടില്ല, അവർ കൃപാസനത്തിലുണ്ട്, അവർ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അമ്മ തന്നെ വിട്ടതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു ആൾ അവിടെ വന്ന് 5:45 പറയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പോൾ ആ സമയത്തൊന്നും അവിടെ ആരുമില്ല. പുള്ളി ഞങ്ങൾക്ക് വേണ്ടി അവിടെ വന്നിരുന്ന് സംസാരിച്ച പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം തിരിച്ച് തുറന്നു. പഴയതിലും നന്നായി ഞങ്ങൾക്ക് ആ സ്ഥാപനം ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വരാൻ മടിക്കും അടച്ചിട്ടിട്ട് തുറന്നത് കാരണം. പക്ഷേ അമ്മ ഉള്ളിടത്തോളം പേടിക്കാതെ ഞങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ വരുമാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം പോകുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ്, നിൻ്റെ ചേച്ചിയുടെ അല്ലേ ഈ സ്ഥാപനം, നിൻ്റെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. ഞങ്ങൾ 2 പേരും കൂടെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ പറയുമ്പം കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. പക്ഷേ അത് പറഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥാപനം ഇടാനായിട്ട് ഒരുങ്ങി. ഒരു ബാധ്യതയും ഇല്ലാതെ ഞങ്ങൾ 2ാമത്തെ സ്ഥാപനം അവളുടെ പേര് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സ്ഥാപനമുണ്ട്. 2ഉം നന്നായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥാപനം അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ വെച്ചിരുന്നത് വീടിൻ്റെ കാര്യമായിരുന്നു. വീടിൻ്റെ കാര്യത്തിൽ ഇതേപോലെ 35 ലക്ഷം രൂപ മുടക്കിയാണ് ഞങ്ങളത് വെച്ചത്. അപ്പോൾ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറയും, തൊട്ടപ്പുറത്ത് ഒരാളുണ്ട്, അവർ ആരെയും അവിടെ കിടത്തി ഉറക്കത്തില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഇവർ ഇറങ്ങുമ്പോൾ വന്ന് തലയിൽ കൈവച്ചിട്ട് പ്രാകും, നിങ്ങളിവിടെ കിടത്തത്തില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ പോകുന്ന വഴി വണ്ടി ഇടിച്ച് ചാകും എന്നൊക്കെ ഞങ്ങളുടെ പറഞ്ഞു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് അമ്മയുടെ ഉപ്പും ലോക്കറ്റും കൊണ്ട് ഞങ്ങളുടെ വീടിന് 4 ചുറ്റിനും ഇട്ട്. പിന്നെ ഇന്ന് വരെ അവർ ഇതുവരെ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. കാരണം വീട് വെച്ച് ചെല്ലുമ്പോഴൊക്കെ അവർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചീത്ത പറയും, ബഹളം വയ്ക്കുകയും ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനേ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് വരെ ഈ ഉപ്പും ഞങ്ങൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഉപ്പും ലോക്കറ്റും ഇട്ടതിന് ശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് അവരുടെ ഇന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും നന്ദി. പിന്നെ എൻ്റെ കുഞ്ഞിന് ചെവിയിൽ അലർജിയുടെ ഒരു അസുഖം ഉണ്ടായിരുന്നു, ചെവി പഴുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിരുന്നു ഞങ്ങൾക്ക് എപ്പോഴും ഇത്. അപ്പോൾ അവന് ഞങ്ങൾ തൈലം കുരിശ് വരച്ചതിന് ശേഷം പിന്നെ ഇന്ന് വരെ അത് വന്നിട്ടില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. പ്രേക്ഷിത വേലയായിട്ട് നമ്മൾ ചെയ്യുന്നത് പത്രപ്രേക്ഷിത വേല കൃത്യമായിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ വണ്ടാനം ഹോസ്പിറ്റലിൽ പോകും. പിന്നെ വഴിയരികിൽ ഒരു അപ്പച്ചനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റി.
പിന്നെ ബ്ലഡ് കൊടുക്കുക, അങ്ങനെ കുറേ പ്രേക്ഷിത വേല നമുക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ നമ്മൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഉടമ്പടിയിൽ വരുന്നതിന് മുന്നേ ഞാൻ ചീത്ത പറയും, ഭയങ്കര ദേഷ്യമാണ്. ആർക്കും അങ്ങനെ മിണ്ടാനോ ഒന്നും സംസാരിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്വഭാവ രീതിയായിരുന്നു എൻ്റേത്. അതൊരു ചിട്ടയായി മാറി ഒരു സൗമ്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്കും അങ്ങനെ ചിട്ടയായിട്ടൊരു ജീവിത രീതി അമ്മ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയോട് പറയും. ആദ്യമേ തന്നെ അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടിനി. ഇത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ബ്രദറുമാണ്. ഞാൻ എറണാകുളം വരാപ്പുഴയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തതും ഇവിടെ വന്നതും മെയ് 2023 എൻ്റെ ആദ്യത്തെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് 9 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ കാണിച്ചു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മെഡിസിനുകളും എടുത്തു. IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാനുള്ള സാമ്പത്തികം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ എനിക്കും ഹസ്ബൻഡിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളൊന്നും ആവുന്നുണ്ടായിരുന്നില്ല. ധ്യാനങ്ങളൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട്. നേർച്ചകൾ, വഴിപാടുകളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ അറിയാവുന്ന ഒത്തിരി പേർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം നിരാശയായി ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നിർത്തി. ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലാൻ തുടങ്ങി. പ്രാർത്ഥനകളെല്ലാം നിർത്തി തുടങ്ങി. പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാതായി. അങ്ങനെ വളരെ നിരാശയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു, ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ മാതാവ് അനുഗ്രഹിക്കുമെന്ന്. പക്ഷേ നമ്മൾ ഒത്തിരി നിരാശയിലായിരുന്നുകൊണ്ട് ഇവിടെ വരാനോ ഉടമ്പടി എടുക്കാനോ ഒന്നും ആ സമയത്ത് നമ്മൾ താല്പര്യം കാണിച്ചില്ല. വിശ്വാസം തന്നെ തീരെ ഉണ്ടായിരുന്നില്ല അപ്പോഴൊന്നും. പിന്നെ എപ്പോഴോ മാതാവ് തന്നെ നമ്മളെ തോന്നിപ്പിച്ച് ഇവിടെ 2023 മെയ് മാസത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ കൃപാസനത്തിൽ വന്നു. ആ സമയത്ത് ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല ഞങ്ങൾ വന്നത്. ഇവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് മാതാവിനോട് അനുഗ്രഹം വാങ്ങിച്ച് പോകാൻ മാത്രമാണ് ഉദ്ദേശിച്ചാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ അന്ന് നല്ലൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഒത്തിരി ആളുകൾ, ഒത്തിരി വിശ്വാസികൾ ഇവിടെ വരുന്നതും അതുപോലെ സാക്ഷ്യം പറയുന്നതൊക്കെ കണ്ടപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ലെങ്കിൽ കൂടിയും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. പതുക്കെ പിന്നെ പ്രാർത്ഥന ഓരോന്നായി തുടങ്ങി. പള്ളിയിൽ പോകാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതുവരെ കൃപാസനം പത്രം വായിക്കുക പോലും ചെയ്യാതിരുന്ന ഞാൻ വായിക്കാൻ തുടങ്ങി. ധ്യാനങ്ങളൊക്കെ കൂടാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ മാതാവിലോട്ട് അടുത്ത് വന്നു. അതിനുശേഷം 2 തവണ ഞാൻ ഇവിടെ വന്ന് പുതുക്കിയത് എൻ്റെ വളരെ താല്പര്യത്തോടും വിശ്വാസത്തോടും കൂടി തന്നെയാണ്. പതുക്കെ മാതാവിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു തുടങ്ങി മാതാവ്. ഒരു പ്രാർത്ഥനാ വേളയിൽ, ഒരു ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് അച്ഛൻ പറഞ്ഞു, ഈശോ ഇറങ്ങി വന്ന് ഓരോരുത്തരെയും തൊട്ട് സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ നിമിഷത്തിൽ എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഉറക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി ലോക്കറ്റ് 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു കൈയിലോട്ട് പിടിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ്, ഇതിനു മുമ്പും ഇതുപോലെയുള്ള പ്രാർത്ഥനാ വേളകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈശോ എൻ്റെ അടുത്തുള്ള ഓരോരുത്തരെ സൗഖ്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഒരിക്കലും ശ്രദ്ധിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ ഒരിക്കലും നടത്തി തരികയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഈശോ എന്നെ ഉറപ്പായിട്ടും ശ്രദ്ധിക്കും. കാരണം ഇന്ന് എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കൂടെയുള്ളത് ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈശോയുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് മാതാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ കരഞ്ഞ് എൻ്റെ നിയോഗങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉടമ്പടി ലോക്കറ്റ് പിടിച്ചിരുന്ന എൻ്റെ കൈ പതുക്കെ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഒത്തിരി സമയം കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ച് ആ കയ്യിൽ നിന്ന് ലോക്കറ്റ് മാറ്റി അടുത്ത കൈയിലോട്ട് പിടിച്ചു. അപ്പോൾ ആദ്യത്തെ കൈ വിറയ്ക്കുന്നത് നിൽക്കുകയും രണ്ടാമത് ലോക്കറ്റ് പിടിച്ച കൈ പിന്നെയും വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ പ്രവർത്തനമാണ്. മാതാവ് ഏതോ ഒരു കാര്യം എൻ്റെ സാധിച്ചു തരാൻ പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അത്രയും നാളുകൾക്ക് ശേഷം ആയതുകൊണ്ടും 10-35 വയസ്സുള്ളത് കൊണ്ടും റിസ്കുകൾ പലതും ഉണ്ടാവാമായിരുന്നു. പക്ഷേ മാതാവ് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഉണ്ടാവാൻ അനുവദിച്ചില്ല. അതുപോലെ തന്നെ പലരും പറഞ്ഞിരുന്നു, ജോലിക്കൊന്നും പോകാതെ റെസ്റ്റ് എടുത്തുകൂടെ, ജോലിക്കൊക്കെ പോകുമ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഡെലിവറിയുടെ തലേന്ന് വരെ ജോലിക്ക് പോയി. ഞാനൊരു നഴ്സാണ്. തലേന്ന് വരെ ജോലിക്ക് പോയി.
ഒരു കുഴപ്പവും മാതാവ് എനിക്ക് വരുത്തിയില്ല. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെ മാതാവ് അവിടുത്തെ കൈവെള്ളയിൽ തന്നെ നോക്കിക്കോണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് തന്നത് മാതാവായതുകൊണ്ട്, കുഞ്ഞിനെ തന്ന മാതാവായതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ എനിക്ക് തരുമെന്ന് എനിക്കറിയാമായിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ നവംബർ 5 ഒരു ആൺകുഞ്ഞിനെ എനിക്ക് മാതാവ് നൽകി. അവന് ആൺകുഞ്ഞായതുകൊണ്ട് മാതാവിൻ്റെ അപ്പൻ്റെ പേര് തന്നെയാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ജോവാക്യം എന്നാണ് ഞങ്ങൾ അവനെ വിളിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒരുപാട് നന്ദി. അടുത്ത എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. ഹസ്ബൻഡിന് ഇടയ്ക്ക് തൊണ്ടയിലൊരു തടസ്സം പോലെ നേരിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ആദ്യം ഞങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങളത് കുഴപ്പമില്ല, ചിലപ്പോൾ കഫക്കെട്ടോ അല്ലെങ്കിൽ ആൾക്ക് മരപ്പണിയാണ്, അപ്പോൾ പൊടിയുടെ അലർജി എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കാര്യമാക്കിയില്ല. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ കൂടി വന്നു. അതിനോടൊപ്പം തന്നെ ശ്വാസ തടസ്സവും അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു, ചെറിയ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പോൾ അവർ ചെറിയ അലർജി ആയിരിക്കും, കഫക്കെട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നുകളൊക്കെ തന്നു. പക്ഷേ അതുകൊണ്ടൊന്നും മാറാതായി. സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പേടിയായിരുന്നു. ഇനി എന്തെങ്കിലും കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും കേട്ടാലോ എന്ന് വിചാരിച്ച് പേടിയായിരുന്നു. അവസാനം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അതെന്താണെന്ന് കൂടി എനിക്ക് അറിയണ്ട, മാതാവ് അത് മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഹസ്ബൻഡിന് ആ ഒരു ബുദ്ധിമുട്ട് തീരെ തന്നെ ഇല്ല. ശ്വാസം മുട്ടോ ആ തൊണ്ടയിലെ തടസ്സം ഒട്ടും തന്നെ ഇല്ല. അതിന് മാതാവിനോട് ഉണ്ണീശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ അടുത്തൊരു നിയോഗം എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടായിരുന്നു. അവൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവന് അതിൻ്റെ ട്രെയിനിങ്ങിനോ ജോലിക്കോ പോകാൻ സാധിക്കാത്ത വിധം കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടാവുകയും അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അവന് കൂടെ നിൽക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ജോലിക്ക് പോകാൻ പിന്നെ അവന് പറ്റിയില്ല. അവൻ ഒത്തിരി ജോലികൾ അന്വേഷിച്ചു, പക്ഷെ ഒന്നും തന്നെ അവന് സ്ഥിരമായിട്ട് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമായിരുന്നു. അവൻ്റെ സമപ്രായക്കാർ ജോലി ചെയ്ത് കുടുംബം നോക്കുകയും അവരുടെ ആവശ്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അവനുണ്ടായിരുന്നു. മറ്റുള്ളവരെന്താ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് വളരെയേറെ വിഷമമുണ്ടായിരുന്നു പറയാനായിട്ട്. അവസാനം നിയോഗത്തിൽ ഞാൻ മാതാവിനോട് വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എംപ്ലോയ്മെൻറ്റ് വഴി കോൺട്രാക്റ്റ് ബേസിൽ അവന് വാട്ടർ അതോറിറ്റിയിൽ ഒരു ജോലി കിട്ടി. ഇപ്പോൾ അവൻ്റെ കോൺട്രാക്റ്റ് കഴിയുകയാണ്. പക്ഷേ അവന് അവിടെ തുടർന്ന് പോകാനായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും അവിടെ തുടർന്ന് പോകാനായിട്ട് സാധിച്ചു. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷത്തോളം ജോലി ഇല്ലാതിരിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. പൊടിയിൽ നിന്നുള്ള അലർജിയൊക്കെ കാരണം അതിൽ നിന്ന് വിട്ടുനിന്ന് മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പറ്റാണ്ട് 2 വർഷത്തോളം ജോലി ഇല്ലാണ്ടിരുന്ന അവസ്ഥയിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാതാവ് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഓരോ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൈസയുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് നടത്തി തന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പലപ്പോഴും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. മാതാവ് അതാത് സമയങ്ങളിൽ ആ പൈസയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് സമയങ്ങളിൽ നടത്തി തന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ചെയ്ത മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ വന്ന് കൃപാസനം പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി പലർക്കും കൊടുക്കാറുണ്ട്. നമ്മുടെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. ഈ കൃപാസനം പത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ആദ്യമൊക്കെ എനിക്കിത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നേരിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭയങ്കര ഒരു നാണക്കേട്, ഒരു ചമ്മലൊക്കെ ആയിരുന്നു മറ്റുള്ളവരുടെ കൈ കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യ തവണയൊക്കെ ഞാൻ വല്ലയിടത്തും വെച്ച് ആയിട്ട് പോകുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കണമെന്ന്. അപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ആ ഒരു ചമ്മലും എന്തോ ഒരു നാണക്കേട്, അറിയത്തില്ല, നേരിട്ട് കൊടുക്കാനുള്ളൊരു മടി. അതുകൊണ്ട് ഞാനത് നമ്മുടെ ഇടവകയിലല്ല മറ്റുള്ള ഇടവകകളിലൊക്കെ പോയി ഓരോരുത്തർക്ക് നേരിട്ട് കൊടുക്കാൻ തുടങ്ങി. ഒരിക്കൽ ഞാൻ വിചാരിച്ചു, മാതാവ് എങ്ങനെയാണെങ്കിലും ഇത് എൻ്റെ ഇടവകയിൽ തന്നെ എനിക്ക് കൊണ്ടുപോയി കൊടുക്കണം, അതിനെനിക്ക് എങ്ങനെയും സാധിച്ചു തരണം ഞാൻ പ്രാർത്ഥിച്ച് 2ഉം കൽപ്പിച്ച് ഞാൻ ഒരു ദിവസം പത്രമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ തന്നെ പോയി. കുർബാന തീരാറായപ്പോൾ അത് കൊടുക്കേണ്ട നേരമായപ്പോഴേക്കും എൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് പതുക്കെ നാണക്കേട് വന്നോട് ഞാൻ എങ്ങനെ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് കൊടുക്കും, എന്നെ അറിയുന്നവരാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒന്ന് മാറി കിട്ടാൻ വേണ്ടി. അപ്പോൾ മാതാവ് എന്നെ എൻ്റെ നിയോഗങ്ങളെ ഓർമ്മിപ്പിച്ച് തന്നു. എൻ്റെ ഓരോ നിയോഗങ്ങളെ ഞാൻ ഓർത്തപ്പോൾ എൻ്റെ എല്ലാ നാണക്കേടുകളും മാറി. ഞാൻ നേരിട്ട് ഇറങ്ങി എല്ലാവർക്കും അന്ന് കൊണ്ടുപോയി എല്ലാ പത്രവും ഞാൻ എല്ലാവർക്കും കൊടുത്തു. അത് മാതാവ് തോന്നിച്ച് എനിക്ക് ചെയ്താണ്. ഒരുപാട് നന്ദി.